ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കുറ്റാന്വേഷക ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? രജനി പണ്ഡിറ്റ്. തന്റെ 22ാമത്തെ വയസ്സിൽ ആദ്യത്തെ അന്വേഷണം നടത്തുമ്പോൾ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് എന്ന വാക്ക് പോലും അവർക്ക് പരിചിതമല്ലായിരുന്നു. ഇന്ത്യയുടെ വനിതാ ഷെർലക് ഹോംസ് എന്നാണ് രജനി പണ്ഡിറ്റ് ഇപ്പോൾ അറിയപ്പെടുന്നത്. കുറ്റാന്വേഷണ മേഖലയിൽ പുരുഷന്മാർ അടക്കി വാണിരുന്ന ഒരു കാലത്ത് സ്വന്തം പേര് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിക്കൊണ്ട് 75,000-ലധികം കേസുകൾ അന്വേഷിച്ചു കണ്ടെത്തിയ രജനി പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി എന്ന സ്ഥാപനത്തിന് തുടക്കം കുറിച്ച വ്യക്തി കൂടിയാണ്. ജീവിതത്തിലെ വഴിത്തിരിവായ സംഭവത്തിൽ രജനി ഇടപെട്ടത് കോളേജ് പഠനകാലത്തായിരുന്നു. ഒരു സുഹൃത്തിന്റെ അസ്വാഭാവികമായ പെരുമാറ്റത്തെ തുടർന്ന് തോന്നിയ സംശയം തന്റെ കഴിവുകൾ തിരിച്ചറിയാൻ അവരെ സഹായിച്ചെന്ന് രജനി തന്നെ പറഞ്ഞിട്ടുണ്ട്. വീട്ടുകാരറിയാത്ത ചില ബന്ധങ്ങൾ അന്ന് രജനിയുടെ ആ കൂട്ടുകാരിക്കുണ്ടായിരുന്നു. ഒരാളുടെ ഏറ്റവും സ്വകാര്യമായ കാര്യത്തിൽ ഇടപെടേണ്ടതില്ല എന്ന തോന്നലിൽ രജനി അന്ന് അതിന് പ്രാധാന്യം നൽകിയിരുന്നില്ല. എന്നാൽ അതിലൊരു ബന്ധം വഷളാവുകയും ഒരാൾ അവരെ ചൂഷണം ചെയ്യുമെന്ന് മനസ്സിലാവുകയും ചെയ്ത ഘട്ടത്തിൽ രജനി അവരറിയാതെ മാറി നിന്ന് നിരീക്ഷിക്കാൻ തീരുമാനിച്ചു. അവൾ അപകടത്തിലാവും മുൻപ് രജനി ആ കുട്ടിയുടെ വീട്ടിൽ കാര്യങ്ങൾ ബോധിപ്പിച്ചു. അന്ന് ആ കുട്ടിയുടെ അച്ഛൻ ചോദിച്ച ഒരു വാക്കിൽ നിന്നാണ് രജനി പണ്ഡിറ്റ് എന്ന കുറ്റാന്വേഷക പിറവിയെടുക്കുന്നത്. നിങ്ങൾ ഡിറ്റക്റ്റീവ് ആണോ എന്നായിരുന്നു അദ്ദേഹം ചോദിച്ചത്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് സ്വന്തം ആവശ്യങ്ങൾക്കായി പണം കണ്ടെത്തുന്നതിന് ഓഫീസിൽ പാർട്ട് ടൈം ജോലി നോക്കുകയായിരുന്നു രജനി. അവിടെ നിന്നുണ്ടായ അപ്രതീക്ഷിത സംഭവത്തിൽ നിന്നാണ് അന്വേഷണത്തിൽ തനിക്കുള്ള കഴിവും താല്പര്യവും രജനി മനസ്സിലാക്കുന്നത്. ഒരിക്കൽ ഓഫീസിൽ കൂടെ ജോലി ചെയ്യുന്ന സ്ത്രീ തന്റെ വീട്ടിൽ സ്ഥിരമായി മോഷണം നടക്കാറുണ്ടെന്ന് രജനിയോട് പറയുന്നിടത്താണ് രജനി പണ്ഡിറ്റ് എന്ന കുറ്റാന്വേഷകയുടെ കഥ ആരംഭിക്കുന്നത്. മോഷണം നടത്തുന്നത് മരുമകളാണോ എന്നായിരുന്നു അവർ സംശയിച്ചിരുന്നത്. എന്നാൽ അവരുടെ പക്കൽ യാതൊരു തെളിവുകളുമില്ല, വെറും സംശയം. സംഭവം അറിഞ്ഞ രജനി ആ വീടിനെ 2-3 ദിവസത്തേക്ക് നിരീക്ഷണത്തിൽ വെച്ചു. നിരീക്ഷണത്തിനൊടുവിൽ സ്ത്രീയുടെ മകനാണ് മോഷണത്തിന് പിന്നിൽ എന്ന് രജനി കണ്ടെത്തുകയും ചെയ്തു. ചോദ്യം ചെയ്യലിൽ അയാൾ കുറ്റമേറ്റു പറഞ്ഞു. ഇത് രജനിയുടെ ആത്മവിശ്വാസം കൂട്ടുകയും കുറ്റാന്വേഷക എന്ന നിലയിൽ തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനമെടുക്കുകയും ചെയ്തു. അന്നത്തെ ആ 22-കാരിക്ക് തന്റെ കഴിവിലുണ്ടായിരുന്ന ഉറച്ച ആത്മവിശ്വാസമായിരുന്നു അവർക്ക് ഇന്ത്യയുടെ ഷെർലക് ഹോംസ് എന്ന വിശേഷണം നേടിക്കൊടുത്തത്. ആരൊക്കെ എതിർത്തിട്ടും 1991 തന്റെ 22ാമത്തെ വയസ്സിൽ സ്വന്തമായി ഡിറ്റക്റ്റീവ് ഏജൻസി തുടങ്ങുക എന്ന തന്റെ തീരുമാനത്തിൽ അവർ ഉറച്ചുനിന്നു. മറാത്തി സാഹിത്യത്തിലെ ബിരുദത്തിനു ശേഷം മറ്റു ചില ജോലികൾ ചെയ്യുന്ന കാലത്തായിരുന്നു അവരുടെ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആകണമെന്ന ആഗ്രഹം ശക്തമാകുന്നത്. ഒരു പെൺകുട്ടിയെ വിശ്വസിച്ച് ആണുങ്ങൾ മാത്രം കൊടികുത്തി വാഴുന്ന മേഖലയിൽ 75,000-ലധികം കേസുകൾ എത്തുന്നത് എങ്ങനെയാണ്? അത് അവരുടെ കഴിവിന്റെയും ശ്രമത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും ഫലം തന്നെയായിരുന്നു. തന്റെ ജീവിതത്തെ, കരിയറിനെ തന്നെ മാറ്റിമറിച്ച നിരവധി കേസുകളിലൂടെയായിരുന്നു ഡിറ്റക്റ്റീവ് ഏജൻസി തുടങ്ങിയ രജനി കടന്നുപോയിക്കൊണ്ടിരുന്നത്. വിവിധ കേസുകൾ തെളിയിക്കാൻ പലവിധ വേഷങ്ങൾ അവർ കെട്ടിയാടി. ഒരു സ്ത്രീക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയില്ല എന്ന് മാത്രം ഉറ്റുനോക്കിയിരുന്ന സമൂഹത്തിന് സ്ത്രീകൾക്ക് ഇതും കഴിയുമെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ടൊരു മാതൃകയായി മാറി മുന്നേറുകയായിരുന്നു രജനി. ഒരു കുറ്റാന്വേഷക എന്ന നിലയിൽ രജനി ഏറ്റവും കഷ്ടപ്പെട്ടത് ഒരു ഇരട്ട കൊലപാതകം തെളിയിക്കാനായിരുന്നുവെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു കുടുംബത്തിലെ അച്ഛനും മകനും ക്രൂരമായി കൊല ചെയ്യപ്പെട്ട കേസ്. അന്ന് ആ കേസ് തെളിയിക്കുന്നതിനായി സ്വന്തം ഭർത്താവിനെയും മകനെയും കൊലപ്പെടുത്തുന്നതായി സംശയിക്കുന്ന സ്ത്രീയോടൊപ്പം വേലക്കാരിയായി രജനി ജോലിക്ക് ചേർന്നു. അവരോടൊപ്പം കൂടി വിശ്വാസം പിടിച്ചുപറ്റി. ആത്മവിശ്വാസത്തോടെ രജനി ആ വീട്ടിൽ തന്നെ തുടർന്നു. ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ആ സ്ത്രീക്ക് സഹായമായി രജനി മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന തോന്നൽ അവരിൽ നേടിയെടുത്തു. അത് രജനിക്ക് വളരെ എളുപ്പത്തിൽ കഴിയുകയും ചെയ്തു. വിവരങ്ങളും തെളിവുകളും അവരിൽ നിന്ന് തന്നെ ശേഖരിച്ചു. അങ്ങനെ വല നെയ്ത് ദിവസങ്ങൾ നീണ്ട രജനിയുടെ കാത്തിരിപ്പിനൊടുവിൽ കൊലപാതകി അവരുടെ വലയിൽ വന്ന് ചാടി. ആ വീട്ടിലെത്തി. സ്വന്തം ഭർത്താവിനെയും മോനെയും കൊലപ്പെടുത്തുന്നത് നോക്കി നിന്ന ആ സ്ത്രീയുടെ കാമുകനായിരുന്നു അത്. ഏതു വിധേനയും പുറത്തു കടക്കണമായിരുന്നു രജനിക്ക് അന്നേ ദിവസം. അവർ അതിനായി തന്റെ കാലിൽ ആഴത്തിലൊരു മുറിവുണ്ടാക്കുകയും മുറിവിൽ മരുന്ന് വയ്ക്കാനായി ഡോക്ടറെ കാണണമെന്നും ഇരുവരെയും ധരിപ്പിച്ച് പുറത്തേക്ക് പോയി. ഉടൻ തന്നെ അടുത്ത് കണ്ട STD ബൂത്തിൽ നിന്നും ക്ലയന്റിനെ വിളിച്ച് പോലീസുമായി വീട്ടിലേക്ക് എത്താനും ആവശ്യപ്പെട്ടു. രജനിയുടെ ജീവിതത്തിലെ ഏറ്റവും സങ്കീർണമായ കേസിനാണ് അന്ന് അവർ തീർപ്പുണ്ടാക്കിയത്. പോലീസ് എത്തി വാടക കൊലയാളിയെ അറസ്റ്റ് ചെയ്തു. കാമുകനുമായുള്ള ബന്ധം പുറത്തറിയാതിരിക്കാൻ സ്വന്തം ഭർത്താവിനെയും മകനെയും കാമുകനെ ഉപയോഗിച്ച് നിർദാക്ഷിണ്യം കൊലപ്പെടുത്തുകയായിരുന്നു അവർ. ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. സമാനമായ അനവധി കേസുകൾ രജനി കൈകാര്യം ചെയ്തിട്ടുണ്ട്. അറിയപ്പെടുന്ന ഡിറ്റക്റ്റീവായി മാറി. എന്നിട്ടും ഒരു സ്ത്രീക്ക് ഒരിക്കലും കുറ്റാന്വേഷണം നടത്താൻ കഴിയില്ല എന്ന് വിശ്വസിച്ചിരുന്ന പത്രാധിപർ അവർക്ക് വഴി ഒരു പരസ്യം പോലും പത്രത്തിൽ കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ എല്ലാ കടമ്പകളും അതിജീവിച്ചുകൊണ്ട് 2003 ആയപ്പോഴേക്കും 8 ജീവനക്കാരുള്ള ഡിറ്റക്റ്റീവ് ഏജൻസിയായി തന്റെ സ്ഥാപനത്തെ മാറ്റാൻ അവർക്ക് സാധിച്ചു. 2010 ആയപ്പോഴേക്കും 30 സ്റ്റാഫുകളും പ്രതിമാസം 30 കേസുകളുമായി ഉയർന്നു.
CDR നിയമവിരുദ്ധമായി വിറ്റു എന്ന പേരിൽ പോലീസ് രജനിയെ 2018 അറസ്റ്റ് ചെയ്തു. പിന്നീട് ജാമ്യത്തിലിറങ്ങിയ രജനി തനിക്കെതിരായ ആരോപണങ്ങൾ നിഷേധിക്കുകയാണുണ്ടായത്. അവിവാഹിതയായ രജനി പണ്ഡിറ്റ് തന്റെ ജീവിതം തന്നെ കുറ്റാന്വേഷണം എന്ന അഭിനിവേശത്തിന് വേണ്ടി ഉഴിഞ്ഞുവെച്ച വ്യക്തിയാണ്. 75,000 കേസ് എന്ന് പറയുമ്പോൾ തന്നെ ശത്രുക്കൾ നിരവധിയുണ്ടാകാം. അതാകാം അവർ ഒരുപക്ഷെ അത്തരമൊരു കേസിൽ അകപ്പെട്ടത്.